മമ്മൂട്ടീനെയും മോഹൻലാലിനെയും കിടത്തിവെട്ടി ദിലീപ്, കട്ടയ്ക്ക് നിന്ന് ജയസൂര്യ. അങ്ങനത്തെ ഒരു വിഷു സീസൺ ഉണ്ടായിരുന്നു. ആ വിഷു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2004 വിഷു സീസൺ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കുറേ സിനിമകൾ തിയേറ്ററിലെത്തി. അതിലേറ്റവും പ്രതീക്ഷയോടുകൂടി എത്തിയ പ്രധാനപ്പെട്ട ഒരു സിനിമ ഫാസിൽ സംവിധാനം ചെയ്യുന്ന, മോഹൻലാൽ നായകനാകുന്ന വിസ്മയ തുമ്പത്തായിരുന്നു. അപ്പോൾ ഫാസിൽ ഹിറ്റ് മേക്കറാണ്. എന്നാൽ അദ്ദേഹത്തിന് കുറേ പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 98 ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്തത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയായിരുന്നു. ആ സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു. നമ്മൾ ആ 2000 വിഷു സീസണെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 2002 അദ്ദേഹം മകനെ നായകനാക്കി സിനിമ ചെയ്യുന്നു. ഫഹദ് ഫാസിലിനെ നായകനാക്കി കയ്യെത്തും ദൂരത്ത്. അതും വിചാരിച്ച പോലെ ഏറ്റില്ല. ഇതിനിടയ്ക്ക് തമിഴിലൊക്കെ ചെയ്യുന്നുണ്ട്. ചില തമിഴ് സിനിമകൾ വിജയവും പരാജയങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടാണ് അദ്ദേഹം 2004 മോഹൻലാലിനെ വെച്ച് വിസ്മയ തുമ്പത്ത് അനൗൺസ് ചെയ്യുന്നു. ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഒരു സിനിമയ്ക്ക്. കാരണം നയൻതാര മനസ്സിനക്കരെ കണ്ട് ചെയ്യുന്ന ഒരു സിനിമ, മുകേഷ് മോഹൻലാലിന്റെ കൂടെ ത്രോട്ട് റോൾ ചെയ്യുന്ന കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു സിനിമയ്ക്ക്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി നല്ലൊരു ഇനീഷ്യലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അത് പ്രേക്ഷകർ ഏറ്റെടുത്തില്ല. അതിന്റെ കാരണം അതിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അതൊരു ഒരു ഫാന്റസി ഒരു സാധനം. നമുക്കറിയാം, ആ സിനിമ കണ്ടവർക്ക് അറിയാം, ഒരു പ്രേതമാണോ അല്ലയോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നയൻതാരയുടെ ഒരു വരവും. അവസാനം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു സിനിമയൊക്കെ തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് കണ്ടത്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അന്ന് കുറെ കൂലൊക്കെ ആയിരുന്നു. എങ്കിലും ഒരാഴ്ച അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് ആ സിനിമ കളക്ഷന് താഴെ പോയത്. പിന്നെ മമ്മൂട്ടിയുടെ വജ്രം എന്നൊരു സിനിമ, അതും ആ ഒരു ഏപ്രിൽ വിഷു, ഞാൻ പറയുന്നത് എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഇതെല്ലാം ഒരു ഏപ്രിൽ മാസമാണ് റിലീസാവുന്നത്. അപ്പോൾ വജ്രം ശരിക്ക് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. പ്രമോദ് പപ്പൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സിനിമ എന്ന രീതിയിൽ അത് കുറച്ച് ഡിലേ വന്നിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അന്ന് മമ്മൂട്ടിയുടെ ഒരു നല്ലൊരു സമയമാണ് ശരിക്കും. 2004 ജനുവരി ആ ഒരു മാസം സേതുരാമയ്യർ CBI എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടിയാണ് മമ്മൂട്ടിയുടെ ഒരു ഒരു ഹിറ്റുകൾ തുടങ്ങുന്നത് തന്നെ. അതിന് മുമ്പ് ഹിറ്റുണ്ട് ഫ്ലോപ്പുണ്ട്. പക്ഷെ 2004 സേതുരാമയ്യർ CBIയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ആ ഒരു വർഷം കഴിഞ്ഞിട്ട് വേഷം എന്ന് പറയുന്ന ഒരു സിനിമ, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം തൊമ്മനും മക്കളും, രാജമാണിക്യം, ഇതിനിടയ്ക്ക് ബ്ലാക്ക്, കുറേ സിനിമകൾ ഒന്നും അങ്ങനെ ഭയങ്കര ഫ്ലോപ്പ് അല്ല. രാജമാണിക്യം പോലത്തെ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററും തൊമ്മനും മക്കളും പോലത്തെ ഒരു സൂപ്പർ ഹിറ്റും ഒക്കെ കിട്ടി തൊട്ടടുത്ത വർഷം 2000. അപ്പം മമ്മൂട്ടിയുടെ ഏറ്റവും നല്ലൊരു കരിയറിൽ ഒരു നല്ല സമയം എന്ന് 2004, 2005, പിന്നെ ഒരു 2006 തുരുപ്പൂല, 2007 മായാവി. എല്ലാ വർഷവും മമ്മൂട്ടി ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ വജ്രം എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ വലിയൊരു ഫ്ലോപ്പ് അല്ല. എനിക്ക് തോന്നുന്നു ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയി. അതിന്റെ ഒരു എക്സാക്ട് കണക്ക് കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഫ്ലോപ്പ് പടം എന്ന രീതിയിലല്ല. പക്ഷെ മമ്മൂട്ടിയുടെ സേതുരാമയ്യർ CBI എന്ന് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രതീക്ഷ പോലെ വലിയ ഒരു വിജയമല്ലായിരുന്നു. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 2005 തസ്കരവീരൻ സിനിമ റിലീസായിരുന്നു. തസ്കരവീരൻ അന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതിന്റെ പ്രൊഡ്യൂസർ വിന്ധ്യനാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് 1 രൂപ ലാഭം കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണെന്നാണ്. അപ്പൊ തസ്കരവീരൻ അതേപോലെ തന്നെ ചെറിയൊരു ലാഭം എന്തോ കിട്ടിയിട്ടാണ് ആ ഒരു സിനിമ പോയത്. പ്രമോദ് പപ്പന്റെ ഒരു സിനിമ കിട്ടി. അതിന് ഭയങ്കര ഇനീഷ്യലൊക്കെ ഉണ്ടായിരുന്നു തസ്കരവീരന്റെ, നയൻതാരയും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വജ്രമായിരുന്നു അതിലൊരു സിനിമ. വജ്രം വിസ്മയ തുമ്പത്തിനെക്കാട്ടും ഒരു പൊടിക്ക് കളക്ഷൻ കിട്ടി, ലാഭം കിട്ടിയിട്ടുണ്ടായിരിക്കും. ലാഭമല്ല എങ്കിലും കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു സർപ്രൈസ് ഹിറ്റ്, സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹിറ്റ് ആയത് ചതിക്കാത്ത ജന്തുവാണ്. അന്ന് ജയസൂര്യയുടെ ഒരു സമയമാണ്. കാരണം 2002 ഊമപ്പന് ഉരിയാട പയ്യൻ കഴിഞ്ഞ് പിന്നെ പ്രണയമണി തൂവലും കാട്ടുചെമ്പകവും പരാജയപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് 2003 ഈ പറയുന്ന പുലിവാല് കല്യാണം എന്ന സിനിമ, സ്വപ്നക്കൂട്, 2003 സ്വപ്നക്കൂട് സംഭവിക്കുന്നു. സ്വപ്നക്കൂടിൽ ജയസൂര്യക്ക് ഒരു തിരിച്ചുവരവ്. അത് കഴിഞ്ഞ 2003 പുലിവാല് കല്യാണം എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞിട്ട് 2004 വിഷുവിന് റിലീസായ ചതിക്കാത്ത ചന്തു. ശരിക്ക് ചതിക്കാത്ത ചന്തു അന്ന് അനൗൺസ് ചെയ്തപ്പോഴൊക്കെ റാഫി മക്കാട്ടി ദിലീപിന് വെച്ചാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അത് മാറി മറിഞ്ഞാണ് അത് ജയസൂര്യയിലേക്ക് എത്തിയത്. ജയസൂര്യക്ക് അത് നല്ലൊരു ഒരു വിജയം കിട്ടി. ശരിക്കും അതൊരു, എനിക്ക് തോന്നുന്നു അത് ലാൽ അന്ന് പറഞ്ഞത് അതിന്റെ കോസ്റ്റ് ഭയങ്കരമായിട്ടൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച പോലെ ഒരു വലിയൊരു ലാഭം അല്ല ലാലിന് കിട്ടിയത്. അതൊരു തെങ്കാശിപ്പട്ടണം പോലെയൊന്നും ലാലിന് ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിൽ പോലും അതൊരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയെന്ന് ചതിക്കാത്ത ചന്തു. അതിൽ ജയസൂര്യയുടെ സിനിമ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ജയസൂര്യയുടെ നായകനെങ്കിലും അതിൽ വിനീത് ഉണ്ട്, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, വിനായകൻ, ഇവരെല്ലാവരും പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു സിനിമ തന്നെ. അത് ഗംഭീരമായിട്ടുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ വെള്ളി നക്ഷത്രം വിനയനും അന്ന് ഹിറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയമാണ്. പിന്നെ വിനയൻ അന്ന് പൃഥ്വിരാജുമായിട്ടുള്ള ഒരു
അവരുടെ ഒരു കോംബോ തുടങ്ങിയ സമയമാണ്. അതിനു മുമ്പ് മീരയുടെ തുക്കും മുത്തുവിന്റെ സ്വപ്നം എന്ന് പറഞ്ഞ 2003 സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളി നക്ഷത്രം ചെയ്യുന്നത്. വെള്ളി നക്ഷത്രം ഭയങ്കര ഹിറ്റായിരുന്നു. അത് കുട്ടികളുടെ ഒരു സിനിമ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രേതം, നമുക്കറിയാം അതിലൊരു കുട്ടിയാണ് ഒരു പ്രധാനമായിട്ട് വരുന്നത്. പൃഥ്വിരാജുണ്ട്. ജയസൂര്യ ആ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഒരു ഗുരുവിന്റെ സിനിമ ആയതുകൊണ്ട് ജയസൂര്യ ആ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നതാണ്. ഞാൻ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്, പൃഥ്വിരാജിന്റെ അതുവരെയുള്ള സിനിമകളിലെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു വെള്ളി നക്ഷത്രം. അതിനു മുമ്പ് സ്വപ്നക്കൂട് വിജയ സിനിമയാണ്, നന്ദനവും വിജയിച്ചൊരു സിനിമയാണ്. പക്ഷെ പൃഥ്വിരാജിന് എന്തോ ഒരു 100 ദിവസം ഓടിയ ഒരു മൊമെന്റോയോ അങ്ങനെ എന്തോ കിട്ടിയ ഒരു സിനിമകൾ, ആദ്യത്തെ സിനിമ വെള്ളി നക്ഷത്രമാണെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, അന്ന് വായിച്ച ഒരു ഓർമ്മയാണ്. എന്തായാലും വെള്ളി നക്ഷത്രം നല്ല വിജയിച്ച ഒരു സിനിമയായിരുന്നു. പിന്നെ വിഷു ഒക്കെ കഴിഞ്ഞ ഒരു ഏപ്രിൽ അവസാനമൊക്കെ, ഏപ്രിൽ 3rd വീക്ക് 4th വീക്ക് ആയപ്പോൾ വിഷുവിന് റിലീസ് ആവേണ്ട സിനിമയെന്ന് കുറച്ച് ഡിലേ വന്നു. ആ ഒരു സിനിമയാണ് റൺവേ, ദിലീപിന്റെ. റൺവേക്ക് മുമ്പ് ദിലീപിന് 2003 CID മൂസയുണ്ട്. അത് കഴിഞ്ഞ് 2003 ഡിസംബറിൽ പട്ടണത്തിൽ സുന്ദരൻ ദിലീപിന്റെ റിലീസായിരുന്നു. അത് വിചാരിച്ച പോലെ ഏറ്റിരുന്നില്ല. സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞൊരു സിനിമ 2003 റിലീസ് വിചാരിച്ച പോലെ ഏറ്റില്ല. പക്ഷെ ഇതിനൊക്കെ കടത്തി വെട്ടിയ ഒരു സിനിമയായിരുന്നു റൺവേ ദിലീപ് അതുവരെ ചെയ്ത ടൈപ്പ് ഓഫ് റോൾ അല്ല. നമുക്കറിയാം, ഒരു ആക്ഷൻ മൂഡിലുള്ള സിനിമയാണ്. പണ്ട് മമ്മൂട്ടിയെ വെച്ച് സിബി ഉദയൻ എന്റെ റൈറ്റേഴ്സ് ആലോചിച്ചിരുന്ന സിനിമയായിരുന്നു. അതാണ് ദിലീപിനെ വെച്ച് ചെയ്തത്. അന്ന് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. റൺവേ റിലീസ് ചെയ്യുന്ന ദിവസം ദിലീപ് അന്ന് ഊട്ടിയിൽ വെട്ടം സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഷൂട്ടിങ്ങിന് പോവാതിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ഷോ കണ്ട അഭിപ്രായം കിട്ടി. നല്ല അഭിപ്രായമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദിലീപിന് സന്തോഷമായത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും റൺവേ ആ ഒരു ഏപ്രിൽ സീസണിൽ റിലീസായ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു ഏപ്രിൽ മാസം റിലീസായത്. ഇതില് എനിക്ക് തോന്നുന്നു വിന്നർ എന്തായാലും റൺവേ തന്നെ. റൺവേ ആ 2004 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഏറ്റവും വലിയ ഗ്രോസർ സേതുരാമയ്യർ സിബി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് റൺവേ തന്നെയാണ്. അപ്പോൾ റൺവേ ആണ് ഇതിൽ. റൺവേക്ക് തൊട്ട് താഴെ ഒരു പക്ഷെ ചതിക്കാത്ത ചന്തുവും വെള്ളി നക്ഷത്രവും, എനിക്ക് എക്സാക്ട്ലി കണക്കറിയില്ലെങ്കിലും ചതിക്കാത്ത ചന്തുവും വെള്ളി നക്ഷത്രമായിരിക്കും. പിന്നെ വജ്രമായിരിക്കും, പിന്നെ വിസ്മയ തുമ്പത്തായിരിക്കും. എന്തായാലും വിസ്മയ തുമ്പത്ത് അന്നൊരു ഫ്ലോപ്പ് തന്നെയാണ് ആയി മാറിയത്. ബാക്കി സിനിമകളിൽ വജ്രം ഒരു ആവറേജിൽ ഒതുങ്ങി, ബാക്കി സിനിമകളെല്ലാം ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട്. ഇത്രയും സിനിമകളാണ് ആ 2004 ഏപ്രിൽ റിലീസായ സിനിമകൾ. പിന്നെ മെയ് മാസം എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സിനിമകൾ മാത്രമല്ല, അതിലൊന്ന് അകലെ എന്ന് പറയുന്ന ഒരു സിനിമയും പിന്നെ കൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. അകലെ ശ്യാം പ്രസാദ് പൃഥ്വിരാജിന്റെ, അതൊരു വേറൊരു തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ശ്യാം പ്രസാദിന്റെ സിനിമ നമുക്കറിയാം, അത് തിയേറ്ററിക്കൽ ഹിറ്റ് അല്ല, പക്ഷെ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയ ഒരു സിനിമയാണ്. ഒരുപാട് അപ്രീസിയേഷൻസ് ഒക്കെ സിനിമയിൽ പലർക്കും, എനിക്ക് ഗീതു മോഹൻദാസ്, ഷീല, അവർക്കൊക്കെ ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ സിനിമ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് നമ്മുടെ നന്ദനത്തിലെ കൃഷ്ണനായിട്ട് അഭിനയിച്ച അരവിന്ദും അവരൊക്കെ അങ്ങനെ ഒരു കൂട്ടക്കളി ഒരു സിനിമയാണ്. അതൊന്നും അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ല. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ, എനിക്ക് അതിലെ പാട്ടുകളൊക്കെ അന്ന് ആ സമയത്തൊക്കെ കുറച്ച് ഹിറ്റായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉള്ള ഒരു ക്യാമ്പസ് സിനിമകളിൽ പെട്ട വൺ ഓഫ് ദി സിനിമയായിരുന്നു ആ സമയത്ത് ഇറങ്ങിയ സിനിമകൾ. നമ്മൾ പോലൊന്നും ബ്ലോക്ക് ബസ്റ്റർ ആയില്ല, പക്ഷെ എങ്കിലും പാട്ടുകളൊക്കെ എപ്പോഴും ടി വിയിൽ കേട്ടിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ട് മലയാളം സിനിമകൾ 2004 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇറങ്ങിയത്. ഇതിൽ ഒരു നല്ല സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. വിസ്മയ തുമ്പത്തന്ന് തൃശ്ശൂർ ജോസ് തിയേറ്ററിലായിരുന്നു. ജോസ് തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. പിന്നെ അന്ന് കോഴിക്കോട് അന്ന് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിലായിരുന്നു അന്ന് വിസ്മയ തുമ്പത്ത് റിലീസായത്. ചതിക്കാത്ത ചന്തു തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഞാൻ കണ്ടത് കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ്. ചതിക്കാത്ത ചന്തു റിലീസായ ഒരു 3-ാം ദിവസമാണ്. 3-ാം ദിവസം കോഴിക്കോട് ഡേവിസണിൽ വൈകിട്ട് 6 മണിയുടെ ഫസ്റ്റ് ഷോ കാണാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ അടുത്ത ഷോന് അവിടെ നിന്ന് സെക്കൻഡ് ഷോ കണ്ടത് നല്ല ഓർമ്മയുണ്ട്. റൺവേ രാഗം തിയേറ്ററിലാണ് തൃശ്ശൂർ റിലീസായത്. കോഴിക്കോട് അത് അപ്സര തിയേറ്ററിലായിരുന്നു. കാരണം ഞാൻ കോഴിക്കോടാണ് പഠിച്ചിരുന്നത്, അതിന് എനിക്ക് തൃശ്ശൂരാണ് എൻ്റെ വീട്. തൃശ്ശൂരും കോഴിക്കോടും മാറി മാറി സിനിമകൾ കാണാറുണ്ട്. എനിക്കൊണ്ട് വജ്രം ആദ്യം രാഗത്തിൽ തന്നെയാണ് ഇറങ്ങിയത്. വജ്രം റിലീസായി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ റൺവേ വന്നപ്പോൾ എനിക്കൊണ്ട് വജ്രം ന്യൂൺ ഷോ ആയോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ വെള്ളി നക്ഷത്രം കൈരളി തിയേറ്ററിലായിരുന്നു. തൃശ്ശൂർ കൈരളി തിയേറ്ററിലായിരുന്നു വെള്ളി നക്ഷത്രം റിലീസായിരുന്നു. വെള്ളി നക്ഷത്രം കൈരളിയിലും പിന്നീട് ശ്രീയിലൊക്കെ കുറേ കാലം ഓടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മകളും എൻ്റെ എക്സ്പീരിയൻസുകളും അറിവുകളൊക്കെ. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.